Hi, good morning. Welcome to our channel. Thank you for the lovable support from all the audience who are watching our videos. Please do subscribe. Please do click bell icon and comment like for our videos. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ 8 എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഷോ ആണ്. നെക്സ്റ്റ് ഒരു ബൂം ആവാൻ പറ്റുന്ന ഒരു ഷോ ആണ്. സക്സസ്ഫുള്ളി ഒരു സെവൻ സീസൺസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് മലയാളം ഷോയുടെ ഒരു 8th വേർഷൻ വെരി റീസെൻറ്റ് റിലീസ് ആവും എന്നുള്ളതാണ് പറയുന്നത്. ജൂലൈ ഓഗസ്റ്റ് റേഞ്ചിൽ അതിൻ്റെ പ്രീമിയർ സ്റ്റാർട്ട് ചെയ്യും. ലോഞ്ചും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ബിഗ് ബോസ് മലയാളത്തിൻ്റെതായിട്ടുള്ള ഒരു സെറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സെറ്റിലാണ് ഈ പറയുന്ന ബിൽഡിങ്സ് മീൻസ് ബിഗ് ബോസ് ഹൗസ് ബിൽഡ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ അതിൻ്റെ കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്നുണ്ട്. കുക്ക് കോമഡി അങ്ങനെ ഒരു ഷോ ഉണ്ടല്ലോ, ആ ഷോയുടെ എൻഡോടുകൂടി ബിഗ് ബോസിൻ്റെ ഒരു ലോഞ്ചിങ് എപ്പിസോഡ്സ് കാണുമെന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഹിസ്റ്ററി ഇത് പറയുകയാണെങ്കിൽ ബിഗ് ബ്രദർ കേട്ട് കാണുമല്ലോ, ഒരു ഡച്ച് ഫോർമാറ്റിൽ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഒരു ഒറിജിനൽ ബിഗ് ബോസ് ഷോ ഉണ്ടായിരുന്നു. അപ്പം അത് ശരിക്കും ഒരു ജോൺ ഡി മോൾ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ഒരു ക്രിയേറ്റർ. ഓക്കെ, അത് ഫസ്റ്റ് 1999 അത് ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ഈ ടൈമിൽ അവരുടെ ഒരു പ്ലാൻ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 24/7 ഒരു ക്യാമറ സെർവർ ലൈൻസിൽ ഔട്ട്സൈഡ് ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ വീക്കിലി എലിമിനേഷനും ടാസ്കും ഓഡിയൻസ് വോട്ടിങ്ങും ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു ഷോ എന്നുള്ളതായിരുന്നു. അങ്ങനെ ബിഗ് ബ്രദർ സക്സസ്ഫുള്ളി മീൻസ് അവിടെ ഔട്ട്സൈഡ്, അതായത് ഔട്ട് ഓഫ് അവർ കൺട്രി സക്സസ്ഫുള്ളി റൺ ചെയ്തത്. അതിൻ്റെ പാറ്റേൺ ഫോം കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ബിഗ് ബോസ് എന്നുള്ള പേരിൽ ഇന്ത്യയിൽ ആ ഷോ എത്തിയത്. ഓക്കെ, ഇന്ത്യയിൽ അത് സ്റ്റാർട്ട് ചെയ്തത് 2006 അത് ശരിക്കും അഷാദ് വാസി എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഫസ്റ്റ് ഹോസ്റ്റ് ചെയ്ത ആൾ. ഓക്കെ, സൽമാൻ ഖാനാണ് ഇപ്പോൾ ലേറ്റർ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സൽമാൻ ഖാൻ്റെ ഷോയാണ്. ബിഗ് ബോസിൽ മലയാളത്തിൽ അത് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് 2018 ഓൺവേർഡ്സ് ആണ് മലയാളത്തിൽ ബിഗ് ബോസ് ഷോ സ്റ്റാർട്ട് ചെയ്തത്. ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ അത് ഹോസ്റ്റ് ചെയ്ത ആൾ എന്ന് പറയുന്നത് മോഹൻലാൽ സാറാണ് അത് ഹോസ്റ്റ് ചെയ്തത്. ഏഷ്യനെറ്റും നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാർ ഇവർ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഷോ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു കോൺസെപ്റ്റിൽ ആണ് ഈ ഷോയുടെ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ ഈ ബിഗ് ബോസ് മലയാളത്തിലേക്ക് എത്തുമ്പോൾ മലയാളത്തിൽ കൂടുതലും അതിൻ്റെ സ്പോൺസർഷിപ്പ് കോൺഫിഡൻസ് ഗ്രൂപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 6 വരെ നമുക്കൊരു ഓൺ സെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഓൺ സെറ്റ് ഉണ്ട്. ആ സെറ്റിൽ ഹൗസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രോസസ്സ്. അപ്പം നമുക്ക് ഈ ബിഗ് ബോസിൻ്റെ ഈ പറയുന്ന സ്പോൺസറിൻ്റെ ഒരു കൺസേൺ എന്ന് വെച്ചാൽ ഡോക്ടർ റോയ് സാറ് മരണപ്പെട്ടതിനെ ബേസ് ചെയ്തിട്ട് ഇനി വരുന്ന സീസണിൽ ആര് സ്പോൺസർ ചെയ്യുന്നുള്ളൊരു ഒരു സംശയം എല്ലാവരുടെയും മുന്നിലുണ്ട്. അപ്പം അത് ആരാണ് ഈ ഗെയിം കോൺഫിഡൻസ് ഗ്രൂപ്പ് അത് കണ്ടിന്യൂ ചെയ്യുമോ അതോ വേറെ ഏതെങ്കിലും ടീം അതിനെ ഏറ്റെടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം, മുന്നോട്ടുള്ള കാര്യങ്ങളിൽ കാണാം. അതുപോലെ നമ്മുടെ ബിഗ് ബോസിൽ ഒരു മെയിനായിട്ട് ഇപ്പം ബിഗ് ബോസ് ഷോയിൽ മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഷോ സ്റ്റാർട്ട് ചെയ്തത് അറിയാമല്ലോ, 2018 ഷോ സ്റ്റാർട്ട് ചെയ്തത്. 2018 ലാസ്റ്റ് അറിയാം, അത് ഫസ്റ്റ് ഷോ ആണ്. അത്യാവശ്യം പോപ്പുലറായിട്ട് നിന്ന സെലിബ്രിറ്റീസ് ലിസ്റ്റിലുള്ള എല്ലാവരെയും ആ ഷോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേളി മാണി, ശ്വേത മേനോൻ, അങ്ങനെ അനൂപ് മേനോനൊക്കെ ആ സമയത്ത് അത്യാവശ്യം. പിന്നെ അങ്ങനെ കുറച്ച് പോപ്പുലാരിറ്റീനെ ബേസ് ചെയ്തിട്ട് കുറച്ചധികം അങ്ങനെ ഒരു ഷോ ആയിരുന്നു. ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന് സോഷ്യൽ മീഡിയ അക്സെപ്റ്റൻസ് അധികം മീൻസ് നമ്മുടെ സോഷ്യൽ മീഡിയ അത്രത്തോളം വൈഡ്ലി സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് ഒരു അക്സെപ്റ്റൻസ് വളരെ കുറവായിരുന്നു. പക്ഷേ സീസണിൽ വിൻ ചെയ്തത് സാബുമോൻ എന്ന് പറയുന്ന ആളാണ് ആ സീസൺ വിൻ ചെയ്തത്.